ചേമ്പിൻ്റെ ആ നല്ല ടേസ്റ്റാണ് വരുന്നത്. വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമുക്ക് ചേമ്പ് ഹാർവെസ്റ്റ് ചെയ്താലോ? ഇവിടെ കുറേ 2 വർഷമായിട്ടുള്ള ചേമ്പുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം നട്ടതാണ്, പിന്നെ അവിടെയും കുറേ ഉണ്ട്. നമ്മളിതൊക്കെ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ ഫലം എടുക്കുന്ന സമയമാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം. പിന്നെ ചേമ്പ് കൊണ്ട് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് ഒരു 2 വിസിൽ വരെ കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചേമ്പ് സ്പൈസി ബോൾസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേമ്പ് നന്നായിട്ട് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. സവോള, കറിവേപ്പില, ഇഞ്ചി, വെളിച്ചെണ്ണ. ഞാൻ കുറച്ച് ടൂണ ഫിഷ് ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റേറിയൻസിന് ഫിഷ് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ക്യാനിലെ ഫിഷ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ദശക്കട്ടിയുള്ള മീൻ ഇച്ചിരി ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്ത് മുള്ളൊക്കെ മാറ്റി എടുത്താൽ മതിയാവും. ബ്രെഡ് ക്രംസിന് പകരം ബ്രെഡ് മേടിച്ചത് ടോസ്റ്റ് ചെയ്ത് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതിയാവും. മുട്ട, മുളക് പൊടി, ഉപ്പ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിന് മാത്രം. തീരെ കനം കുറച്ച് അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. ആദ്യം ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞ സവോള വെക്കാം. സവോള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം.
ഇതൊന്ന് വഴഞ്ഞ് ചേർക്കാം. നേരത്തെ നമുക്ക് ഈ ചേമ്പൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. സവോള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാൻ പോവാം. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ ചേർക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഫിഷ് ചേർക്കാം. ഇതിലേക്ക് 3 കപ്പ് വേവിച്ചുടച്ച് വച്ചിരിക്കുന്ന ചേമ്പ് ചേർക്കാം. ഞാൻ 3:1 എന്നുള്ള റേഷ്യോയിലാണ് ചേമ്പും മീനും ചേർക്കുന്നത്. ഇനി ഫിഷ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഫിഷ് കൂടുതൽ ചേർക്കാം. ചേമ്പ് കൂടുതലാണെങ്കിൽ ചേമ്പ് കൂടുതൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് പാകമാണെന്ന് നോക്കി ഉപ്പ് ചേർക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. മുട്ടയുടെ വെള്ള മുക്കി ബ്രെഡ് ക്രംസി മുക്കി ഇത് വറുത്ത് പോരാം. നമ്മളെല്ലാം ഓൾറെഡി ഒന്ന് കുക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. പുറവ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ മാത്രം മതി. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നൊരു ഈവനിങ് സ്നാക്കാണ്. ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും വറുക്കുമ്പം തീ കൂട്ടി വെച്ചിട്ട് വേണം പൊരിയെടുക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ എക്സ്ട്രാ ഉള്ളത് അങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ പറിച്ച ചേമ്പ് കുറച്ച് പുഴുങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്നാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുറം നല്ല ക്രഞ്ചിയാണ്, നല്ല സോഫ്റ്റാണ്. ആദ്യത്തെ ആ ബൈറ്റിൽ തന്നെ ആ ചേമ്പിന് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. പാകത്തിന് എരിയും, സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം.